ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എന്നെ അറിയാൻ വഴിയില്ല, ഞാൻ എന്താണ് ഡിസയറിൽ എക്കണോമിക്സ് പഠിപ്പിക്കുന്ന സാറാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പേരാണ് കിരൺ. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിൽ എക്കണോമിക്സ് പഠിക്കാൻ വഴിയില്ല. അതിന് കാര്യം ജോഗ്രഫിയിലോ ഹിസ്റ്ററിയിലോ അങ്ങോട്ട് ചെറിയൊരു പോയിന്റോ കുറച്ച് പോയിന്റ്സുകൾ മാത്രമേ ഉള്ളൂ 9ലും 10ലും ഒക്കെ. അപ്പോൾ നമ്മൾ ഈ വർഷം നിങ്ങളുടെ +2 എക്കണോമിക്സിലെ ഒരു വിഷയമാണ് എന്തെന്ന് പറയുന്ന എക്കണോമിക്സ്. അതിൻ്റെ കൂടെ സ്റ്റാറ്റിസ്റ്റിക്സും ഉണ്ട്. നിങ്ങൾ മാത്തമാറ്റിക്സിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചില്ലേ, മീൻ, മീഡിയൻ, മോഡ് എന്നൊക്കെ. ആ സ്റ്റാറ്റിസ്റ്റിക്സും എക്കണോമിക്സും കൂടെയാണ് നിങ്ങൾക്ക് എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു പേപ്പറായിട്ട് നിങ്ങൾക്ക് +1 പഠിക്കാനുള്ളത്. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് ഈ വർഷം 100 മാർക്കിൻ്റെ അല്ലെങ്കിൽ 80 മാർക്കിൻ്റെ ഒരു പേപ്പറായിട്ട് പഠിക്കാനുള്ളതിൽ പകുതി എക്കണോമിക്സും പകുതി സ്റ്റാറ്റിസ്റ്റിക്സും ആണ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന വിഷയം വേറെ സാറ് പഠിപ്പിക്കും, എക്കണോമിക്സ് നിങ്ങളെ ഞാൻ പഠിപ്പിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ നേരത്തെ 10ാം ക്ലാസ്സിൽ വെച്ച് എക്കണോമിക്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുള്ള സാധനങ്ങളാണ് നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ കേട്ടുള്ളതാണ് പോപ്പുലേഷൻ, പ്രൊഡക്ഷൻ, പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ. ഇതൊക്കെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ വെച്ച് കേട്ട വിഷയങ്ങളില്ലേ. ഇതെല്ലാം എക്കണോമിക്സ് എന്ന് പറഞ്ഞാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പേരാണ് എക്കണോമിക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ സമ്പത്തിനെ കുറിച്ച് പഠിക്കും, അതിന്റെ പേരാണ് ഇക്കണോമിക്സ്. അപ്പോൾ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്ന ഒരു തിയറിയാണ്. ഇപ്പോൾ ഒരു രാജ്യത്തിന്റെ പണത്തെക്കുറിച്ചും ആ രാജ്യത്തിന്റെ വികസനത്തെക്കുറിച്ചും ആ രാജ്യത്തിന്റെ വളർച്ചയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, ഇക്കണോമിക്സ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ ധനതത്വശാസ്ത്രം എന്ന് പറയും. അപ്പോൾ ഈ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായിട്ട് നമ്മൾ പറയുന്ന ആളാണ് ആഡം സ്മിത്ത് കേട്ടോ. അപ്പോൾ ഇക്കണോമിക്സിന്റെ ഫാദറായിട്ട് നമുക്കൊരാളിനെ പറയാം, അയാളുടെ പേരാണ് ആഡം സ്മിത്ത്. ഓക്കെ, അപ്പോൾ ഹൂ വാസ് ദി ഫാദർ ഓഫ് മോഡേൺ ഇക്കണോമിക്സ് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസറാണ് ആഡം സ്മിത്ത്. എന്തുകൊണ്ടാണ് ആഡം സ്മിത്തിനെ എക്കണോമിക്സിന്റെ പിതാവ് എന്ന് പറയുന്നത്? അതിന് കാരണം അയാൾ 1776 ഒരു ബുക്ക് എഴുതിയാണ് കേട്ടോ. ബുക്കിന്റെ പേരാണ് നേച്ചർ ആൻഡ് കാസസ് ഓഫ് ആൻ എൻക്വയറി. എല്ലാം ഫുള്ള് പേരെഴുതാം. ആൻ എൻക്വയറി ഇൻടു ദി നേച്ചർ ആൻഡ് കാസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. ഇതാണ് ആഡം സ്മിത്ത് എഴുതിയ ബുക്കിന്റെ പേര് കേട്ടോ. ഇതാണ് ആൻ എൻക്വയറി ഇൻടു ദി നേച്ചർ ആൻഡ് കാസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ബുക്ക് ആരെഴുതിയായിരുന്നു? ആഡം സ്മിത്ത് എഴുതിയായിരുന്നു. അപ്പൊ എക്കണോമിക്സിൽ ആദ്യമായിട്ട് ഏറ്റവും നല്ലൊരു ബുക്ക് എഴുതിയ ആളാണ് ആഡം സ്മിത്ത്. അതുകൊണ്ടാണ് ആഡം സ്മിത്തിനെ എന്തെന്ന് പറയുന്നത്? ഫാദർ ഓഫ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം എക്കണോമിക്സിനെ പറ്റിയാണ് ഒരുപാട് ബുക്കുകൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇന്ത്യയിൽ എക്കണോമിക്സിന് നോബൽ സമ്മാനം കിട്ടിയ ഒരാളുടെ 1998 ഒരു ഇന്ത്യൻ ഇക്കണോമിസ്റ്റിന് നോബൽ സമ്മാനം കിട്ടിയത്. അയാളുടെ പേരാണ് അമർത്യ സെൻ. അപ്പൊ അമർത്യ സെൻ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ഇക്കണോമിസ്റ്റ് ഉണ്ട്, ഇപ്പോഴും അയാൾ ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ, ബംഗാൾ. അയാളുടെ പേരാണ് അമർത്യ സെൻ. അയാൾക്ക് നോബൽ സമ്മാനം കിട്ടിയ 1998. ഓക്കെ, മനസ്സിലായാലും നോബൽ സമ്മാനം നിങ്ങൾക്ക് അറിയാല്ലേ, ലോകത്ത് നോബൽ സമ്മാനം എക്കണോമിക്സിന് കൊടുത്തു തുടങ്ങിയത് 1969 തൊട്ടാണ്. അപ്പൊ ആ നോബൽ സമ്മാനം കിട്ടിയ ഇന്ത്യക്കാരനാണ് 1998 അമർത്യ സെൻ. ആദ്യം കിട്ടിയ വേറൊരാൾക്ക് കേട്ടോ, രാഘവൻ കൃഷ്ണൻ എന്ന് പറഞ്ഞ വേറൊരാളാണ്. അപ്പോൾ പഠിച്ച നമ്മൾ എക്കണോമിക്സിന്റെ ഫാദറായിട്ട് നമ്മൾ കരുതുന്ന ആളാണ് ആഡം സ്മിത്ത്. ഇന്ത്യയിലെ ഒരു ഫേമസ് ഇക്കണോമിസ്റ്റ് ആണ് അമർത്യ സെൻ. അയാൾക്കാണ് 1998 നോബൽ സമ്മാനം കിട്ടിയത്. ഇനി 2019 നോബൽ സമ്മാനം മേടിച്ച വേറൊരാളാണ്. അയാളാണ് 2019 നോബൽ സമ്മാനത്തിന് അർഹനായ വ്യക്തിയാണ് അഭിജിത്ത് ബാനർജി എന്ന് പറയും. അഭിജിത്ത് ബാനർജി. അപ്പൊ ഇയാൾക്കാണ് 2019 എന്ത് കിട്ടിയത്? ഇന്ത്യയിൽ നോബൽ സമ്മാനം കിട്ടിയ വ്യക്തി. അയാൾക്ക് മാത്രമല്ല അഭിജിത്ത് ബാനർജി ഉണ്ട്,
വേറെ 2 പേരും കൂടെ ഉണ്ട് കേട്ടോ. അയാളുടെ വൈഫുണ്ട്, എസ്തർ ദുഫോ എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്. അങ്ങനെ 3 പേരും കൂടെ ചേർത്താണ് 2019 കിട്ടിയത്. എന്നാലും ഒരു ഇന്ത്യക്കാരൻ അതിനകത്തുണ്ട്. മനസ്സിലായ അയാളുടെ പേരാണ് അഭിജിത്ത് ബാനർജി. ഓക്കെ, അപ്പം നിങ്ങൾ എക്കണോമിക്സ്, ഇവരെല്ലാം എക്കണോമിസ്റ്റുകളാണ്. അപ്പോൾ ഇവരൊക്കെ എന്തിനു വേണ്ടിയായിരിക്കും പ്രവർത്തിക്കുന്നത്? എന്താണ് ഇവർ ചെയ്യുന്ന? എന്തുവാണ് ഈ ആഡം സ്മിത്ത്, അതേപോലെ അമർത്യ സെൻ, അഭിജിത്ത് ബാനർജി ഇവരൊക്കെ ബുക്ക് എഴുതിയെന്ന് പറയുന്നു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയാസ് കാണത്തില്ല. അതിന് കാര്യം മലയാളമോ ഇംഗ്ലീഷൊക്കെ പോലുള്ള കഥകളൊന്നും അതിനകത്ത് വരുന്നില്ലല്ലോ. അപ്പോൾ എക്കണോമിക്സിൽ എന്തായിരിക്കും പഠിക്കുന്നത്? അതിന് നമുക്കൊരു എക്സാമ്പിൾ എടുത്തിട്ട് പഠിക്കാം. ഇപ്പം നാഷണൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ് എക്കണോമിക്സ് വരുന്നത്? അപ്പോൾ എന്താണ് നാഷണൽ ഇൻകം? ഒരു രാജ്യത്തിലെ ജനങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിൻ്റെ പേരാണ് നാഷണൽ ഇൻകം. അപ്പോൾ എക്കണോമിക്സ് എന്താണ് പഠിക്കുന്നത്? രാജ്യത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് പഠിക്കും, രാജ്യത്തിൻ്റെ വികസനത്തെക്കുറിച്ച് പഠിക്കും. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ വളർച്ചയുടെ ഒരു വലിയൊരു ഇൻഡിക്കേറ്ററാണ് ഈ നാഷണൽ ഇൻകം. അതേപോലെ തന്നെ GDP. GDP എന്ന് വെച്ചാൽ എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഇന്ത്യക്കകത്തുണ്ടാക്കിയ ഉൽപ്പന്നങ്ങളാണ് GDP. ഇതൊക്കെ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ഇതൊക്കെ ഉണ്ടെങ്കിലേ നമ്മളൊരു രാജ്യം വളർന്നോ അതോ തളർന്നോ എന്നൊക്കെ നമുക്ക് അറിയണ്ടേ. അപ്പോൾ ഒരു രാജ്യം വളർന്നോ ഇല്ലയെന്ന് അറിയുന്നത് നമ്മൾ GDP നോക്കിയാണ്. GDP നാഷണൽ ഇൻകമൊക്കെ പരസ്പര ബന്ധമുള്ള ആശയങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പം നാഷണൽ ഇൻകം എന്തുവാണ്? ഒരു രാജ്യത്തിലെ ജനങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിൻ്റെ പേരാണ് നാഷണൽ ഇൻകം. അതിന് നല്ലൊരു ഡെഫിനിഷൻ ഉണ്ട്. ഇറ്റ് ഈസ് എ ടോട്ടൽ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഇൻ എ ഇയർ എന്നും പറഞ്ഞൊരു ഡെഫിനിഷൻ ഉണ്ട്. പക്ഷേ ആ ഡെഫിനേഷൻ പഠിക്കാൻ പാടാണ്. കാര്യം അതിനകത്ത് പറയുന്നത് ഒരു രാജ്യത്തിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണത്തിൻ്റെ മൂല്യമാണ് ദേശീയ വരുമാനം എന്നാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് പിടിയിട്ടത്തില്ല. അതിനേക്കാൾ എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം എന്തുവാണ്? ഒരു രാജ്യത്തിലെ ജനങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണ് ദേശീയ വരുമാനം. ഓക്കെ, അത് നാഷണൽ എക്കണോമിക്സിലുള്ളതാണ്. അതേപോലെ ഒരു രാജ്യത്തിൻ്റെ വളർച്ച, ആ വളർച്ചയുടെ ഏറ്റവും നല്ല ഇൻഡിക്കേറ്ററാണ് GDP. നമ്മുടെ രാജ്യം വളർന്നോ ഇല്ലേ നമ്മൾ എങ്ങനെ അറിയും? അത് GDP നോക്കിയാൽ, പഴയ ഒരു GDP ഇപ്പോഴത്തെ ഒരു GDP കൂടെ നോക്കിയാൽ അപ്പോൾ നമ്മുടെ രാജ്യം വളർന്നോ ഇല്ലേ നമുക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ GDP എന്താണ്? ഒരു രാജ്യത്തിലെ ജനങ്ങൾ ആ രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണത്തിൻ്റെ മൂല്യത്തിൻ്റെ പേരാണ് GDP. അപ്പോൾ ഒരു രാജ്യത്തിലെ ജനങ്ങൾ ആ രാജ്യത്തിനകത്ത് തന്നെ സാധനങ്ങളും സേവനങ്ങളും ഉണ്ടാക്കിയാലേ ആ രാജ്യത്തിന് എന്തുണ്ടാവും? പുരോഗതി ഉണ്ടാകും. അതാണ് ചൈന. കണ്ടോ, നമ്മളിപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് നിരോധിച്ചല്ലോ. പക്ഷേ ഈ ആപ്ലിക്കേഷൻ കൊണ്ട് അവർ ഒരുപാട് പണം ഉണ്ടാക്കിയിട്ടുണ്ട്. പറഞ്ഞാൽ മനസ്സിലായി. ഇപ്പം നിരോധിച്ചപ്പോഴല്ലേ അത് മാറിയത്. ഇത്രയും വർഷം കൊണ്ട് ഇത്രയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ അവർ ഇതിൽ നിന്ന് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അവരുടെ GDP ആണ് കൂടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഷെയറിറ്റ് അതേപോലെ എക്സെൻഡറൊക്കെ ഉപയോഗിക്കുമ്പോൾ ചൈനയുടെ GDP ആണ് കൂടുന്നത്. അതെന്തുകൊണ്ടാണ്? ഈ പണമെല്ലാം ചൈനയ്ക്കാണ് കിട്ടുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ടൈം ഉണ്ടല്ലോ, ഡേറ്റയുടെ ആ ടൈമിൻ്റെ മൂല്യമെല്ലാം അവർക്ക് കിട്ടും, അതിൻ്റെ പണമെല്ലാം അവർക്ക് കിട്ടും. അപ്പോൾ ഇന്ത്യയുടേതായ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലേ ആ പ്രോഡക്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ മേടിക്കുമ്പോഴാണ് ഇന്ത്യയുടെ വരുമാനം കൂടുന്നത്. പറഞ്ഞാൽ മനസ്സിലായി. ഇപ്പം നമ്മൾ സാംസങ് മൊബൈൽ മേടിച്ചെന്നും പറഞ്ഞ് ആരുടെ GDP ആണ് കൂടുന്നത്? സാംസങ് മൊബൈൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ സൗത്ത് കൊറിയയുടെ GDP ആണ് കൂടുന്നത്. അതിന് കാരണം സാംസങ് സൗത്ത് കൊറിയയിലെ പ്രോഡക്റ്റാണ്. അപ്പോൾ അത് നമ്മൾ മേടിക്കുമ്പോൾ അവരുടെ GDP കൂടും. ഇന്ത്യയുടെ GDP കൂടണമെങ്കിൽ ഇന്ത്യയിലെ പ്രോഡക്റ്റ്സ് നമ്മൾ വാങ്ങിച്ചിരിക്കണം. അപ്പോൾ ഇന്ത്യക്കാർ ഇന്ത്യയിലെ പ്രോഡക്റ്റ് വാങ്ങിച്ചാലേ ഇന്ത്യയുടെ GDP കൂടും. എന്താണ് GDP? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അപ്പോൾ ഇന്ത്യയുടെ GDP കൂടിയാലേ ഇന്ത്യക്ക് വളർച്ച ഉണ്ടാകും. പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇന്ത്യക്കാർ ഇന്ത്യയുടെ സാധനമാണ് ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യേണ്ടത്, എന്നാലേ ഇന്ത്യ വളരും. അപ്പോൾ ഇന്ത്യയുടെ ഈ വളർച്ചയെക്കുറിച്ചും ലോകത്തുള്ള സാമ്പത്തിക മാറ്റങ്ങളെക്കുറിച്ചും എല്ലാം പഠിക്കുന്നതാണ് എക്കണോമിക്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വർഷം എക്കണോമിക്സിൽ പഠിക്കേണ്ടത്, എക്കണോമിക്സിൽ ഏകദേശം ഒരു 10 ചാപ്റ്റർ ഉണ്ട് കേട്ടോ. അതിൽ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഇന്ത്യൻ ഇക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. എന്താണ് ചാപ്റ്ററിൻ്റെ പേര്? ഇന്ത്യൻ ഇക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. എൻ്റെ മലയാളം എന്തുവാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു? ഇതാണ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര്. എന്താണ്? ഇന്ത്യൻ ഇക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു? അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന എന്നാണ്? നിങ്ങൾക്കറിയാം എന്നാണ്? 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഇപ്പം 1947 ഇന്ത്യക്ക് എന്ത് കിട്ടിയപ്പോൾ, ഇൻഡിപെൻഡൻ്റ് ആയപ്പോൾ എന്തായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നത് കാരണം ഇന്ത്യക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടായത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്.
അപ്പോൾ കോമൺ ആയിട്ട് നിങ്ങൾ നേരത്തെയൊക്കെ പഠിച്ചു കാണും, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്ത് കിട്ടിക്കാണുമെന്ന്, ഇന്ത്യക്ക് നേട്ടം ഉണ്ടായി കാണും എന്ന് നിങ്ങൾ പഠിച്ചു കാണും. പക്ഷെ അതങ്ങനെയല്ല. ഇന്ത്യയിൽ 80% ബ്രിട്ടീഷുകാർ കാരണം നമുക്ക് ദോഷമാണ് ഉണ്ടായത്. ഒരു 20% ഗ്രോത്തെ ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതുകൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. പറഞ്ഞ് മനസ്സിലായോ? ഓക്കെ. അതിന് കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യയിൽ ഗ്രോത്ത് ഉണ്ടായാലും ബ്രിട്ടീഷുകാർ പോകാത്ത ഒരുപാട് അവർ ഭരിക്കാത്ത ഒരുപാട് രാജ്യങ്ങൾ ലോകത്തുണ്ട്. അവരൊക്കെ നമ്മളെക്കാൾ എന്ത് ചെയ്തു, നേരത്തെ ഡെവലപ്പായി. പറഞ്ഞാൽ മനസ്സിലായി. ബ്രിട്ടീഷുകാർ പോകാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട്, ഹൈലി ഡെവലപ്ഡ് രാജ്യങ്ങൾ. അല്ലാതെ അവർ വന്നതുകൊണ്ട് മാത്രമാണ് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടായെന്ന് നമുക്ക് 100% ഉറപ്പായിട്ട് പറയാൻ പറ്റത്തില്ല. ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് പഠിക്കും. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതുകൊണ്ട് ഇന്ത്യയുടെ കാർഷിക മേഖല എന്ത് സംഭവിച്ചു, ഇന്ത്യയുടെ വ്യാവസായിക മേഖലയ്ക്ക് എന്ത് സംഭവിച്ചു, ഇതെല്ലാം നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കേണ്ടതാണ്. അതേപോലെ ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ്, എന്താണ് ഫോറിൻ ട്രേഡ്, ഇന്ത്യയുടെ വിദേശ വ്യാപാരം എങ്ങനെയായിരുന്നു, ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് കണ്ടീഷൻ, ഇന്ത്യയുടെ ജനങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു, ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ, ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എങ്ങനെയായി, ഇന്ത്യയുടെ ഒക്കുപ്പേഷൻ സ്ട്രക്ചർ, ഇന്ത്യയുടെ തൊഴിൽ ഘടന എങ്ങനെയായിരുന്നു, ഇതെല്ലാം കൂടെ ഇതിനകത്ത് പഠിക്കേണ്ടത് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കേണ്ട കേട്ടോ. ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരെന്താണ്? ഇന്ത്യൻ ഇക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഈവ് എന്ന് വെച്ചാൽ ആ കാലഘട്ടം. അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യൻ ഇക്കോണമി എങ്ങനെ ആയിരുന്നു എന്നതാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ഏതൊക്കെ മേഖലകളാണ് പഠിക്കാനുള്ളത്? ഒന്ന് അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ എന്ന് വെച്ചാൽ കാർഷിക മേഖല. ഓക്കെ. രണ്ടാമത്തെ മേഖല ഏതാണ്? ഇൻഡസ്ട്രി, വ്യാവസായിക മേഖല. ബ്രിട്ടീഷുകാർ കാരണം ഇന്ത്യയുടെ വ്യാവസായിക മേഖലയ്ക്ക് എന്ത് സംഭവിച്ചു. അടുത്ത മൂന്നാമത്തേത് ഡെമോഗ്രാഫിക് കണ്ടീഷൻ. ഓക്കെ. ഡെമോഗ്രാഫിക് കണ്ടീഷൻ എന്തുകൊണ്ട്? ജനങ്ങളുടെ സ്ഥിതി, ജനസംഖ്യാ സ്ഥിതി എന്ന് പറയും. ജനങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു. അടുത്ത നാലാമത്തത് എന്താണ്? ഫോറിൻ ട്രേഡ്. ഫോറിൻ ട്രേഡ് എന്ന് വെച്ചാൽ വിദേശ വ്യാപാരം. ബ്രിട്ടീഷുകാരുടെ സമയത്തുള്ള ഇന്ത്യയുടെ വിദേശ വ്യാപാരം എങ്ങനെയായിരുന്നു. അടുത്ത അഞ്ചാമത്തത് ഒക്കുപേഷണൽ സ്ട്രക്ചർ. എന്താണ് ഒക്കുപേഷണൽ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ തൊഴിൽ ഘടന. ബ്രിട്ടീഷുകാർ വന്നത് മൂലം ഇന്ത്യയുടെ തൊഴിലിന് എന്ത് സംഭവിച്ചു. അടുത്ത ആറാമത്തെ പോയിന്റ് ഇൻഫ്രാസ്ട്രക്ചർ. ബ്രിട്ടീഷുകാർ എന്താണ് വന്നതിന് ശേഷമുള്ള ഇന്ത്യയുടെ എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ. ഓക്കെ. അപ്പൊ ഈ 6 പോയിന്റാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. 6 പോയിന്റ് കേട്ടോ. ഈ 6 പോയിന്റുകൾ ഓരോന്നും എന്താണ് 1ഉം 2ഉം പാരഗ്രാഫ് വീതം നോക്കണം. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ. അല്ല അഗ്രികൾച്ചർ നിങ്ങൾക്ക് അറിയാലോ. എന്താണ് അഗ്രികൾച്ചർ? കൃഷി, കാർഷിക മേഖല എന്ന് പറയും. അപ്പൊ നമ്മുടെ രാജ്യത്തില് 3 മേഖലകളുണ്ടല്ലോ. അത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പ്രൈമറി സെക്ടർ, പ്രാഥമിക മേഖല. 2 സെക്കൻഡറി സെക്ടർ. എന്താണ് സെക്കൻഡറി സെക്ടർ? ദ്വിതീയ മേഖല. അടുത്തത് ടേർഷ്യറി സെക്ടർ. എന്താണ് ടേർഷ്യറി സെക്ടർ എന്ന് വെച്ചാൽ തൃതീയ മേഖല. അപ്പൊ ഈ അഗ്രികൾച്ചർ പ്രൈമറി സെക്ടറിലാണ് വരുന്നത്. അതെങ്ങനെ അറിയും നമ്മൾ ഈ അഗ്രികൾച്ചർ പ്രൈമറിയിലാണ്? ഓക്കെ. ഇപ്പൊ ഇൻഡസ്ട്രി അതേ സെക്ടർ എങ്ങനെ അറിയും? അത് സെക്കൻഡറിയിലുള്ളതാണ്. പക്ഷെ അതെങ്ങനെ നമ്മൾ അറിയും? അതൊരു ഈ സെക്ടേഴ്സ് നമ്മൾ തിരിച്ചറിയുന്നത് മണ്ണും വെള്ളവും ഉപയോഗിച്ചുള്ള എല്ലാ കച്ചവടങ്ങളും അതേപോലെ എല്ലാ സംഭവങ്ങളും എന്താണ്, ജോലി എന്താണ്, അഗ്രികൾച്ചറാണ് അല്ലെങ്കിൽ പ്രൈമറി സെക്ടറാണ്. ഓക്കെ. അപ്പോൾ പ്രൈമറി സെക്ടർ എന്ത് ചെയ്യും? യൂസസ് എന്തൊക്കെയാണ്? ലാൻഡ് ആൻഡ് വാട്ടർ. ലാൻഡും വാട്ടറും ഉപയോഗിക്കുന്ന മേഖലയുടെ പേരാണ് പ്രൈമറി സെക്ടർ. അപ്പോൾ അഗ്രികൾച്ചറിൽ ലാൻഡും വാട്ടറും വേണ്ടേ? അതേപോലെ തന്നെ എന്താണ് നമ്മൾ കോഴി വളർത്തൽ, താറാവ് വളർത്തൽ, ആട് വളർത്തൽ, ഇതെല്ലാം മണ്ണും വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതേപോലെ മൈനിങ്. ഓക്കെ. ഇപ്പോൾ മണൽ നമ്മൾ വാരുന്നതും പ്രൈമറി സെക്ടറാണ്. നമുക്ക് തോന്നും മണൽ വാരുന്നത് വലിയൊരു ഇൻഡസ്ട്രിയാണ്. അത് ഇൻഡസ്ട്രി അല്ല, അത് പ്രൈമറി സെക്ടറാണ്. മണ്ണിൽ നിന്ന് എടുക്കുന്നത് മണലെന്ന് പറയുന്നത്. അപ്പോൾ മണ്ണും ലാൻഡും വാട്ടറും ഉപയോഗിക്കുന്ന മേഖലകളുടെ പേരാണ് പ്രൈമറി സെക്ടർ. അതിലൊരു മേഖലയാണ് അഗ്രികൾച്ചർ. ഓക്കെ. അപ്പോൾ ഇൻഡസ്ട്രി എന്ന് പറയുന്ന സെക്കൻഡറിയാണ്. അതിന് കാര്യം എന്തുവാണ്? ഒന്ന് മറ്റൊന്നാക്കി മാറ്റുന്ന മേഖലയുടെ പേരാണ് സെക്കൻഡറി സെക്ടർ. ഒരു കമ്മോഡിറ്റി മറ്റൊരു കമ്മോഡിറ്റി ആക്കി. ഇപ്പം വെള്ളമാണല്ലോ ഇലക്ട്രിസിറ്റി ആവുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി ഇൻഡസ്ട്രിയാണ്. വെള്ളമാണ് ഇലക്ട്രിസിറ്റി ആവുന്നത്. ഓക്കെ. ഒന്ന് മറ്റൊന്നാക്കി മാറ്റില്ലേ. അതേപോലെ സൗരോർജ്ജം, സൂര്യൻ്റെ ആ ചൂടാണ് ഊർജ്ജമായി മാറുന്നത്. അത് ഇൻഡസ്ട്രിയാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കൺസ്ട്രക്ഷൻ, നിങ്ങളുടെ വീട് തന്നെ
സിമെന്റും മണലും കമ്മിയും ഇവിടെ ചേർന്നാണ് എന്തായത്, വീടായത്. കണ്ട. അപ്പൊ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡറി സെക്ടറാണ്. ഇനി ടെർഷ്യറി സെക്ടർ നമ്മൾ എങ്ങനെ അറിയും? ടെർഷ്യറി സെക്ടർ എന്ന് പറയുന്നത് എന്താണ്, അൺഫോർസീൻ ആണ്. എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് അതൊരു പ്രോഡക്റ്റ് അല്ല, നമുക്ക് കാണാൻ പറ്റത്തില്ല. സർവീസസ് ആണ് അതിനകത്ത് വരുന്നത്. സേവനം. ഇപ്പം ഒരു ടീച്ചർ പഠിപ്പിക്കുന്ന സേവനം, പറഞ്ഞ മനസ്സിലാവും. അപ്പൊ ടീച്ചർ പഠിപ്പിക്കുന്ന സേവനമാണ്, സർവീസാണ്. അതേപോലെ ഡോക്ടർ ചെയ്യുന്ന സർവീസാണ്. അപ്പോൾ നമുക്ക് ഡോക്ടറിനെ കണ്ട ഉടനെ എന്താണ്, നമുക്ക് ഒരു പ്രോഡക്റ്റ് അല്ലല്ലോ അത്, സേവനമല്ലേ. അതുകൊണ്ട് അത് അൺഫോർസീൻ ഫാക്ടേഴ്സ് ആണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, അങ്ങനെ ഈ 3 മേഖല ഉണ്ട്. അതിൽ ഒന്നാമത്തെ മേഖലയായ പ്രൈമറി സെക്ടർ ഉള്ളതാണ് ഈ അഗ്രികൾച്ചർ. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കാർഷിക മേഖലയിൽ എന്തൊക്കെയാണ് ചെയ്തത്, അതാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ബ്രിട്ടീഷുകാർ മൂലം നമ്മുടെ കാർഷിക മേഖല എന്താണ്, ഉണർന്നു കാണും അതോ തളർന്നു കാണും? അപ്പോൾ നമുക്കെല്ലാം തോന്നും ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ കാർഷിക മേഖല നിലനിർത്തിയത്. പക്ഷെ അതൊരു ചുമ്മയാണ് കേട്ടോ. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ കാർഷിക മേഖല എടുത്താൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ 85% ആൾക്കാർ കൃഷിയെ ആശ്രയിച്ചാണ് കഴിഞ്ഞിരുന്നത്. ഓക്കെ, ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പേ. ബ്രിട്ടീഷുകാർ വന്ന എന്നാണ് 1600 കാലഘട്ടത്തിലാണ് കേട്ടോ. 1600 കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെത്തുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ആ കാലഘട്ടത്തിലെ എന്തുവാണ് ഇന്ത്യയിൽ, അതിനു മുമ്പേ ഇന്ത്യയിൽ വളരെ നല്ല രീതിയിൽ എന്താണ് കാർഷിക മേഖല ശക്തമായത്. അത്രയും കാർഷിക മേഖല ഇപ്പോഴുണ്ടായിരുന്ന ഈ ലോകത്ത് എല്ലാ സാധനവും വിൽക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറിയാണ്. പക്ഷേ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം നമ്മുടെ കാർഷിക മേഖല തകരുകയാണ് ഉണ്ടായത്. കാരണം ബ്രിട്ടീഷുകാരുടെ പല നടപടികളും അവർ എന്താണ് കൊണ്ടുവന്ന പല നടപടികളും നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കും നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾക്കും എതിരായിരുന്നു. കാർഷിക മേഖല തകർത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് ഇവരെന്ത് ചെയ്തു, കൃഷിക്ക് നികുതി കൊണ്ടുവന്നു, ടാക്സ് കൊണ്ടുവന്നു. ഓക്കെ, ഇന്ത്യയിൽ നികുതി നയങ്ങൾ കൊണ്ടുവന്നു കൃഷിക്ക്. ആ കാർഷിക നികുതിയാണ് ജമീന്ദാരി, റൈറ്റ് വാരി, മഹൽ വാരി എന്നും പറഞ്ഞ് 3 ടൈപ്പ് നികുതി ഉണ്ട്. അപ്പം മനസ്സിലാവും. സെമീന്ദാരി എന്ന് പറയുന്നത് ഈസ്റ്റേൺ ഇന്ത്യയിലും ബംഗാൾ എന്ന് പറയുന്ന സ്ഥലത്തും, അതുപോലെ മഹൽവാരി എന്ന് പറയുന്ന വടക്കേ ഇന്ത്യ നോർത്ത് ഇന്ത്യയിലും, അതേപോലെ റൈറ്റ് വാരി എന്ന് പറയുന്നത് തെക്കേ ഇന്ത്യ. അപ്പോൾ കേരളത്തിലൊക്കെ അതാണ് റൈറ്റ് വാരിയാണ്. നികുതിയുടെ പേരാണ് കേട്ടോ, സെമീന്ദാരി, മഹൽവാരി, റൈറ്റ് വാരി. ഈ നികുതികളുടെ പേരാണ്. ഈ നികുതി നമ്മുടെ ഇന്ത്യയിലെ കർഷകരെ വളരെയധികം ബാധിക്കുകയും ഇന്ത്യയുടെ കാർഷിക മേഖല പതുക്കെ തകർന്നില്ലാതുകയും ചെയ്തു. അപ്പോൾ ഇവർ വരുന്നതിന് മുമ്പ് 85% ആൾക്കാർ കൃഷി ചെയ്തിരുന്നു. അത് പിന്നെ ഇവരുടെ കാലഘട്ടമായപ്പോൾ അതിന് 70ആയി. അവർ പോയപ്പോൾ ഏകദേശം 30%. ഇപ്പം ഏകദേശം 32% ആണ്ട് ഇന്ത്യയിൽ കൃഷിയുള്ളൂ. ബാക്കി എല്ലാം എന്ത് ചെയ്തു, തകർന്നു. മനസ്സിലായി. അപ്പോൾ ഇന്ത്യയുടെ കാർഷിക മേഖല തകർന്നത് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നതുകൊണ്ടാണ്. അതാണ് നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്ത് പറയണം, 85% ഓഫ് ദി പീപ്പിൾ ഇൻ ഇന്ത്യ എന്താണ് എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ. അല്ലെങ്കിൽ ബിഫോർ ദ ബ്രിട്ടീഷ് പീരീഡ്, ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് 85% ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ. ഓക്കെ, 85% ജനങ്ങൾ കൃഷിയെ ആശ്രയിച്ചാണ് കഴിഞ്ഞിരുന്നത്. ബട്ട് അറ്റ് ദ ടൈം ഓഫ് എന്താണ്, അല്ലെങ്കിൽ ബട്ട് ഡ്യൂറിങ് ദ ടൈം ഓഫ് ബ്രിട്ടീഷുകാരുടെ സമയമായപ്പോഴും ദിസ് പേഴ്സൻറ്റേജ് വാസ് ഡിക്ലൈൻഡ് ടു 70. ഈ പേഴ്സൻറ്റേജ് എത്രയായിട്ട് കുറഞ്ഞു, 70% കുറഞ്ഞു. മനസ്സിലായോ? അപ്പം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ഡ്യൂറിങ് ദ എന്തുവാണ്, അല്ലെങ്കിൽ ബിഫോർ ദ ബ്രിട്ടീഷ് പീരീഡ് 85% ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ. ഓക്കെ, 85% ഉണ്ടായിരുന്നു. ബട്ട് ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ ദിസ് റേറ്റ് വാസ് എന്താണ്, ലെസ് ദാൻ 70%. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഇത് കുറഞ്ഞു എത്രയായി, 70%-നും താഴെയായി. ഓക്കെ, ദ ഇമ്പോർട്ടൻ്റ് റീസൺ ബിഹൈൻഡ് ദിസ് സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ എന്ന് വെച്ചാൽ എന്താണ്, ഈ ഇങ്ങനെ എന്താണ് 15% കുറഞ്ഞല്ലോ, പെട്ടെന്ന് ഇന്ത്യയുടെ കാർഷിക മേഖല ഇങ്ങനെ സ്തംഭനാവസ്ഥയിൽ, അതാണ് സ്റ്റാഗ്നേഷൻ കേട്ടോ. സ്തംഭനാവസ്ഥയിലാകാനുള്ള കാരണങ്ങളാണ് താഴെ പറയുന്നത്. എന്താണ് ദ ഇമ്പോർട്ടൻ്റ് റീസൺ ബിഹൈൻഡ് ദ സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ ആർ ദി ഫോളോവിങ്. കാർഷിക മേഖല ഇങ്ങനെ ഒരുപാട് തകരാനുണ്ടായ കാരണങ്ങളാണ് ഇതായിട്ട് പറയാനുള്ളത്. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കുന്നത് എന്തുവാണ്, അഗ്രികൾച്ചറാണ്. അപ്പോൾ അഗ്രികൾച്ചറിൽ എന്താണ് 85% എന്നുള്ള കുറഞ്ഞ എത്രയായി, 70% ആയി. ഇതിനുള്ള കാരണങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ്, അഗ്രികൾച്ചർ എന്ന് ചോദിക്കുമ്പോൾ എന്തൊക്കെ എഴുതണം, ബിഫോർ ദ ബ്രിട്ടീഷ് പീരീഡ് 85% ഓഫ് ദി പീപ്പിൾ
people of India engaged in agriculture. But during the British rule, ബ്രിട്ടീഷുകാരുടെ സമയമായപ്പോഴേക്കും ദിസ് റേറ്റ് വാസ് ഡിക്ലൈൻഡ് ലെസ് ദാൻ, അല്ലെങ്കിൽ ദിസ് റേറ്റ് വാസ് ലെസ് ദാൻ 70%. ഇത് കുറഞ്ഞെങ്കിൽ 70 താഴെയായി. ദ ഇമ്പോർട്ടൻ്റ് റീസൺ ബിഹൈൻഡ് ദി സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ ആർ ദി ഫോളോവിങ്. നമ്മുടെ കാർഷിക മേഖല തകരാനുണ്ടായ പ്രധാന കാരണങ്ങൾ നമ്മൾ താഴെ പറയുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പോയിന്റായിട്ട് പറയാം കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും ഇന്ത്യയുടെ കാർഷിക മേഖല തകരാനുണ്ടായ കാരണങ്ങൾ. ഓക്കെ, അതിൽ ഒന്നാമത്തെ ഇപ്പം നമുക്ക് കണ്ട ഇത് നിങ്ങൾ മാറ്റിട്ട് എഴുതാം കേട്ടോ. അപ്പൊ ഇന്ത്യയുടെ കാർഷിക മേഖല തകരാനുണ്ടായ എന്താണ് ഒന്നാമത്തെ കാരണം? നമ്പർ 1, ഒന്നാമത്തെ കാരണമാണ് എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെന്റ്. എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെന്റ് ലൈക്ക് ജമീന്ദാരി, മഹൽവാരി ആൻഡ് റൈറ്റ്വാരി. ഓക്കെ, അപ്പൊ എന്താണ് എക്സ്പ്ലോയിറ്റേറ്റീവ് എന്ന് വെച്ചാൽ? ചൂഷണപരമായ ലാൻഡ് സെറ്റിൽമെന്റ്, ഭൂനികുതി. ലാൻഡ് സെറ്റിൽമെന്റ് എന്ന് വെച്ചാൽ ഭൂനികുതി. ലൈക്ക് ജമീന്ദാരി, എന്താണ് ജമീന്ദാരി എന്ന് പറയുന്ന നികുതി, അടുത്ത മഹൽവാരി എന്ന് പറയുന്ന നികുതി, അടുത്ത റൈറ്റ് വാരി എന്ന് പറയുന്ന നികുതി കേട്ടോ. അപ്പൊ ജമീന്ദാരി നമ്മുടെ എന്താണ് കിഴക്കൻ എന്താണ് പ്രദേശമായ ബംഗാൾ, ആസാം ആ ഏരിയയിലും, മഹൽവാരി വടക്കേ ഇന്ത്യ. വടക്കേ ഇന്ത്യ ആകുമ്പോൾ എന്തൊക്കെയാണ്? ഡൽഹി, ഹരിയാന, പറഞ്ഞ മനസ്സിലാവും, ഉത്തർപ്രദേശ് അവിടെയും. അടുത്ത റൈറ്റ് വാരി എന്ന് പറയുന്നത് തെക്കേ ഇന്ത്യ, ഇപ്പോൾ കർണാടകം, തമിഴ്നാട്, കേരള, അതാണ് തെക്കേ ഇന്ത്യ. ഈ 3 സ്ഥലത്തും 3 ടൈപ്പ് നികുതികളായിരുന്നു. ഇത് ജനങ്ങൾക്ക് ഈ നികുതി താങ്ങാൻ പറ്റിയില്ല, മനസ്സിലായോ? അപ്പൊ എന്താണ് ഒന്നാമത്തെ പോയിന്റ്? എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെന്റ് ലൈക്ക് ജമീന്ദാരി, മഹൽവാരി ആൻഡ് എന്തുവാണ് റൈറ്റ് വാരി. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ചൂഷണപരമായ നികുതി നയങ്ങൾ എന്തുണ്ടാക്കി? ഇന്ത്യയെ കാർഷിക മേഖലയെ എന്ത് ചെയ്തു? ഇന്ത്യയുടെ കാർഷിക മേഖല തകരാൻ ഏറ്റവും കൂടുതൽ കാരണം ഉണ്ടാക്കിയ എന്തായിരുന്നു? ജമീന്ദാരിയും മഹൽവാരിയും റൈറ്റ് വാരിയുമാണ് കേട്ടോ. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ലോ ലെവൽ ഓഫ് ടെക്നോളജി. ഓക്കെ, ലോ ലെവൽ ഓഫ് ടെക്നോളജി എന്ന് വെച്ചാൽ സാങ്കേതിക വിദ്യയുടെ അഭാവം. ലോ ലെവൽ ഓഫ് ടെക്നോളജി, അതെന്താണ് ലോ ലെവൽ ഓഫ്? ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഒരുപാട് ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ്സ് ബ്രിട്ടീഷിലുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കൃഷിക്ക് വേണ്ടിയുള്ള ട്രാക്ടർ, പമ്പ് സെറ്റ്, അങ്ങനെയുള്ള, അതേപോലെ നിലം എന്താണ് ഈ നെല്ല് എന്താണ് മുറിച്ചെടുക്കുന്ന മെഷീനുണ്ട്, നെല്ല് കൊയ്ത് എന്താണ് നെല്ലാക്കുന്ന ഈ പറയുന്ന എന്താണ് നെല്ല് ചെടി കൊണ്ടുവന്ന് അത് നെല്ലാക്കുന്ന മെഷീനുണ്ട്, പറയാൻ മനസ്സിലാവും, ഒരുപാട് മെഷീനുണ്ട്. ഇതൊന്നും ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ കൊണ്ടുവന്നില്ല. ഇന്ത്യയിലെ കൃഷിക്കാരെല്ലാം ഇന്ത്യയുടെ പരമ്പരാഗത രീതിയിലുള്ള കൃഷിയാണ് ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ആൾക്കാർ തന്നെ, തൊഴിലാളികൾ തന്നെ വന്ന് കൃഷി ചെയ്യും. അതുകൊണ്ട് ഇന്ത്യയിൽ ടെക്നോളജി എന്തായിരുന്നു? ലോ ആയിരുന്നു. അപ്പൊ ലോ ലെവൽ ഓഫ് ടെക്നോളജി, ഇന്ത്യയുടെ സാങ്കേതിക വിദ്യ എന്തായിരുന്നു? വളരെ കുറവായിരുന്നു. ഓക്കെ, ഇങ്ങനെ ഒരുപാട് പോയിന്റ് ഉണ്ട്. അപ്പൊ നമ്മളൊക്കെ എന്നാലും ആദ്യം തൊട്ട് നമുക്ക് ഒന്നും കൂടെ പറയാം. എന്തൊക്കെയാണ് പറയേണ്ടത്? അഗ്രികൾച്ചർ, അല്ലെങ്കിൽ വാട്ട് ആർ ദ റീസൺ ബിഹൈൻഡ് ദ സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ എന്ന് ചോദിച്ചാൽ എന്തൊക്കെ എഴുതണം? ബിഫോർ ദ ബ്രിട്ടീഷ് പീരീഡ്, ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് 85% ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ. ഇന്ത്യയിലെ 85% ആൾക്കാരും കൃഷിയെ ആശ്രയിച്ചാണ് കഴിഞ്ഞിരുന്നത്. ഓക്കെ, പക്ഷേ ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ, ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി ദിസ് റേറ്റ് വാസ് ലെസ് ദാൻ 70%. ഇത് 70% കുറഞ്ഞു. ദ ഇമ്പോർട്ടൻ്റ് റീസൺ ബിഹൈൻഡ് ദ സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ ആർ ദി ഫോളോവിങ് എന്ന് വെച്ചാൽ എന്താണ്? ഈ ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി ഇന്ത്യയുടെ കാർഷിക മേഖല തകർന്നല്ലോ. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയുടെ കാർഷിക മേഖലയിലുള്ള സ്തംഭനാവസ്ഥയുടെ പ്രധാന കാരണങ്ങൾ എന്ത് ചെയ്യുന്നു? താഴെ വിവരിക്കുന്നു. എന്നിട്ടാണ് എന്ത് ചെയ്യാനുള്ളത്? നമ്മൾ ഈ താഴെ വിവരിക്കുന്ന എന്തെന്ന് എഴുതേണ്ടത്. അതിൽ ഒന്നാമത്തെ പോയിന്റാണ് എന്ത്? ഒന്നാമത്തെ പോയിന്റാണ് എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെന്റ് ലൈക്ക്. എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെന്റ് എന്ന് വെച്ചാൽ ചൂഷണപരമായ നികുതി നയങ്ങളായ എന്തൊക്കെയാണ്? ജമീന്ദാരി, മഹൽവാരി ആൻഡ് റൈറ്റ് വാരി. അടുത്ത രണ്ടാമത്തെ പോയിന്റ് ലോ ലെവൽ ഓഫ് ടെക്നോളജി. അതെന്താണ് ലോ ലെവൽ ഓഫ് ടെക്നോളജി?
സാങ്കേതിക വിദ്യയുടെ അഭാവം, ലോ ലെവൽ ഓഫ് ടെക്നോളജി. അടുത്ത മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് ലോ ലെവൽ ഓഫ് ഫെർട്ടിലൈസർ യൂസ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഫെർട്ടിലൈസർ യൂസ്. ഫെർട്ടിലൈസർ എന്താണ്? ഫെർട്ടിലൈസർ വളങ്ങൾ. അപ്പൊ ലാക്ക് ഓഫ് ഫെർട്ടിലൈസർ യൂസ് എന്ന് വെച്ചാൽ വളപ്രയോഗങ്ങളുടെ അഭാവം. വളപ്രയോഗങ്ങളുടെ അഭാവത്തിന്റെ പേരാണ് ലാക്ക് ഓഫ് ഫെർട്ടിലൈസർ യൂസ്. ഓക്കെ, വളപ്രയോഗം എന്ന് വെച്ചാൽ അവരുടെ നാട്ടില് രാസവളം, ഒരുപാട് രാസവളങ്ങളും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും എല്ലാം അവരുടെ നാട്ടിലുണ്ട്. അതൊന്നും അവർ നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നില്ല. ഇന്ത്യയുടെ തനതായ വളങ്ങളിട്ടാണ് കൃഷി ചെയ്തത്. അപ്പം കൃഷി കൂടണമെന്നൊന്നുമില്ല. ചിലപ്പം കൃഷി എല്ലാം കൂടെ ഇല്ലാതായി പോകും. രാസവളമാകുമ്പോൾ അതിൻ്റെ എന്ത് കൂടുതലാണ്? പ്രൊഡക്ടിവിറ്റി കൂടുതലാണ്. അപ്പോൾ ഇന്ത്യക്ക് പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കും. പ്രൊഡക്ടിവിറ്റി കുറഞ്ഞാലും ബ്രിട്ടീഷുകാർക്ക് ടാക്സ് കൊടുക്കണം. അപ്പം നമ്മൾ ചില സമയത്ത് എന്ത് ചെയ്യും? അതുമല്ല, ഇന്ത്യയിലെ പണ്ടത്തെ കൃഷി എന്ന് പറയുന്നത് ഗ്യാമ്പിൾ ഇൻ ദ മൺസൂണാണ്. എന്ന് വെച്ചാൽ എന്താണ്? മൺസൂണിനെ ആശ്രയിച്ചുള്ള ചൂതാട്ടം പോലെയാണ്. എന്താണ് ചൂതാട്ടം എന്ന് പറയുന്നത്? ഗ്യാംബ്ലിംഗ് എന്ന് പറയുന്ന കാര്യം, ചിലപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ കൃഷി ചെയ്യുമ്പോൾ ഭയങ്കര മഴ പെയ്യുമ്പോഴും കൃഷി ഇല്ലാതാവും. മഴയില്ലെങ്കിൽ ഉണങ്ങിപ്പോവല്ല. അപ്പോൾ എല്ലാ വർഷവും ഒരു മീഡിയം രീതിയിൽ മഴ പെയ്യണം. അത് എല്ലാ വർഷവും പെയ്യത്തില്ല. അപ്പോൾ ചില വർഷങ്ങളിൽ പ്രളയമൊക്കെ ഉണ്ടായാൽ എന്ത് ചെയ്യും? എല്ലാ കൃഷിയും പോകും. ചില വർഷങ്ങളിൽ മഴ കാണത്തില്ല. അപ്പോഴെന്ത് ചെയ്യും? നല്ല വരൾച്ചയായിരിക്കും. അപ്പം നെല്ലെല്ലാം ഉണങ്ങിപ്പോകും. പക്ഷെ ഇത് എന്തൊക്കെ സംഭവിച്ചാലും, മഴ പെയ്താലും അതേപോലെ വെയിൽ കൂടിയാലും ബ്രിട്ടീഷുകാർക്ക് എന്ത് കൊടുക്കണം? നികുതി കൊടുക്കണം. മനസ്സിലായോ? അവരതൊന്നും എന്ത് ചെയ്യുന്നില്ല, ബാധകമല്ല. അപ്പം ഇന്ത്യയുടെ കൃഷി തന്നെ എന്തോടുന്നു? ഒരു ഗ്യാമ്പിൾ ഇൻ ദ മൺസൂണാണ്. അപ്പം മൺസൂണിനെ ആശ്രയിച്ചുള്ള ഒരു ചൂതാട്ടം പോലെയായിരുന്നു കൃഷി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തും കിട്ടുന്നില്ല ഇന്ത്യയിൽ. ഈ വളങ്ങളും ഇന്ത്യക്ക് കിട്ടുന്നില്ല. അതേപോലെ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കൊള്ളയടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ചുരുക്കത്തിൽ എല്ലാം കൊണ്ടും ഇന്ത്യയുടെ കൃഷി എന്ത് ചെയ്തു? പതുക്കെ എന്ത് ചെയ്യുന്നു? തകർന്നു. അതിൽ പറഞ്ഞ പോയിന്റാണ് ലാക്ക് ഓഫ് ഫെർട്ടിലൈസർ യൂസ് എന്ന് പറഞ്ഞത്. കേട്ടോ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, സമയമായി.